ഹലോ, അസ്സലാമു അലൈക്കും. നാളെ ജസിന്റെ സ്കൂളിൽ ഒരു ആർട്ട് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഡ്രസ്സൊക്കെ റെന്റിന് എടുക്കാൻ വേണ്ടിയൊക്കെ വന്നിട്ടാ ഉള്ളത്. ഡേറ്റ് ഒക്കെ അന്നേ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഈ ഒരു ആർട്ട് ഫെസ്റ്റിൻ്റെ. അപ്പൊ ജസ് ഇങ്ങനെ റിമൈൻഡ് ചെയ്യുന്നുണ്ട്. നാളെയാണ് പ്രോഗ്രാം, വെനസ്ഡേ ആണെന്നുള്ളത് ഒന്ന് റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ ബുധനാഴ്ച പെട്ടെന്ന് ആവുമെന്ന് വിചാരിച്ചിരുന്നില്ല. അപ്പൊ തലേന്നാണ് ബോധം വരുന്നത്. അല്ല, എനിക്കൊരു കോസ്റ്റ്യൂം ഇല്ല, ഫാൻസി ഡ്രസ്സിൻ്റെത് എന്താണെന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പെട്ടെന്ന് പഴങ്ങാടിക്ക് പോയി റെന്റിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയൊക്കെ പോയതാണ്. അറബിക് ഡ്രസ്സാണ് ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അറബിക് ഡ്രസ്സ് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം പിന്നെ അവിടെ കണ്ട ഒരു കോസ്റ്റ്യൂം ആയിരുന്നു കിങ്ങിൻ്റെത്. ഞാൻ പറഞ്ഞത് പിന്നെ കിങ്ങിന്റെ കോസ്റ്റ്യൂം ഫുൾ സെറ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫുൾ സെറ്റ് എടുത്തിട്ട് വരിക ചെയ്തത്. പിറ്റേന്ന് ഇവൻ എന്ത് ചെയ്തു, ക്ലാസ്സിന് അയക്കുക ചെയ്യുന്നത്. ബസ്സിൽ തന്നെ പോയാൽ മതി, തിരിച്ച് എന്ത് പ്രോഗ്രാം ഒക്കെ ആയതിനു ശേഷം ഇവനെയും കൂട്ടിയിട്ട് വരേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഇവന്റെ കൈവശം കോസ്റ്റ്യൂം ഒന്നും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പാരന്റ്സ് വന്നതിന് ശേഷം മാത്രമേ ഇവരെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യിപ്പിക്കുള്ളൂ. അപ്പൊ ഇവനെ സ്കൂളിലാക്കാൻ വേണ്ടിക്ക് ഇവിടെ റോഡിലേക്ക് വന്നിട്ടാ ഉള്ളത്. നമുക്ക് തിരക്കുള്ള സമയത്താണെങ്കിൽ ബസ്സൊന്നും നേരത്തെ വരത്തില്ല. തിരക്കില്ലാത്ത സമയത്താണെങ്കിൽ നേരത്തെ തന്നെ ബസ് വരും. ഇപ്പൊ കട്ടക്കുളം പോയിട്ടാ ഉള്ളത്. ഇനി അവിടെ നിന്നാണ് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുത്ത്. അങ്ങനെ ജസിന്റെ ബസ്സൊക്കെ വന്ന് ഇവനെ അങ്ങ് കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്കുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇനി ഒരു 9 മണിയാകുമ്പോഴേക്കും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടതുണ്ട്. ഇപ്പം 8:30 മണിയായി. അപ്പൊ ഇനി വേഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് സ്കൂളിൽ എത്തേണ്ടതാണ്. കാരണം 9 മണി, നമുക്ക് 10:30 മണിക്കാണ് ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷൻ നടക്കുന്നത്. പക്ഷെ കുറച്ച് നേരത്തെ എത്തിയാലല്ലേ നമുക്ക് എന്ത് ചെയ്യാ, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ ബൈക്കിലാണ് പോകുന്നത്. അപ്പം വണ്ടിയുടെ മുമ്പിൽ തന്നെയാണ് ഡ്രസ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോഴായിരുന്നു മഴയൊക്കെ പെയ്ത് തുടങ്ങി. പിന്നെ ഒന്നും ചെയ്യില്ല, കോസ്റ്റ്യൂം നനഞ്ഞു കഴിഞ്ഞാല് ഒന്നും നടക്കത്തില്ല. അങ്ങനെ പിന്നെ വണ്ടി സ്റ്റോപ്പ് ചെയ്തതിന് ശേഷമാണ് അതെന്ത് ചെയ്തു, ഡിക്കിയിലേക്ക് മാറ്റി. അങ്ങനെ പിന്നെ നമ്മള് അവിടുന്ന് പോയാണ് ചെയ്തത്. അങ്ങനെ നമ്മള് സ്കൂളിൽ എത്തിയിട്ടാ ഉള്ളത്. വണ്ടിയൊക്കെ പാർക്കിംഗ് ഒക്കെ ചെയ്തു. നേരെ ഇനി ഓഡിറ്റോറിയം തപ്പിയിട്ട് പോയി. അന്ന് സ്റ്റേജ് 1-ലാണ് ഫാൻസി ഡ്രസ്സും അതുപോലെ തന്നെ ഫോൾക്ക് ഡാൻസും ഒക്കെ നടക്കുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ ഫോൾക്ക് ഡാൻസ് ആണ്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഫാൻസി ഡ്രസ്സ് നടക്കുക. ഞാൻ ഫസ്റ്റ് തന്നെ കയറിയ പാട് ജസ് എവിടെയാണെന്നുള്ളതെന്നാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ജസിനെ കാണുന്നുണ്ടായിരുന്നു. ഒന്നാമത് വീഡിയോ എടുക്കുന്നുണ്ട്, വീഡിയോയിലൊക്കെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. പക്ഷെ എന്റെ കണ്ണിൽ കാണുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഫുള്ള് ചുറ്റും നോക്കിയായിരുന്നു. അപ്പോഴാണ് സൈഡിൽ തന്നെ ഇവന് ഇരിക്കുന്നുണ്ടായിരുന്നു ഫ്രണ്ട്സിന്റെ കൂടെ. അങ്ങനെ ഞാൻ മാമിനോട് ചോദിച്ചു എപ്പോഴാണ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യേണ്ടത്, ഇവന്റെ ഫാൻസി ഡ്രസ്സിൻ്റെ എന്നെല്ലാം. അങ്ങനെ പറഞ്ഞു ഫോൾക്ക് ഡാൻസ് ഇനോഗ്രേഷൻ ഇപ്പൊ നടക്കും, അത് കഴിഞ്ഞതിന് ശേഷം ഫോൾക്ക് ഡാൻസ് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. Celebrate our arts fest. I would like to take this moment to welcome you all to Talent Roads of Arts Fest of Grade 1 and 2. Today we celebrate the hidden talents of our little stars. Are you ready for the competition? But children, you remember that the stage is not only for the competition, it's for learning many other things beyond your textbook. To learn confidence, to learn teamwork, to learn the joy of participation. I take this moment. 32, right? No. മോഡലല്ലേ വേഗത്തിൽ ഓടുന്നത് അല്ലേ? പിന്നെ എങ്ങനെയാവാ ചേച്ചേ? വെരി ഗുഡ്, വെരി ഗുഡ്. മത്സരത്തിന്റെ ഇടയിൽ ആര് ഉറങ്ങിപ്പോയി? ഉറങ്ങിപ്പോയി. വെരി ഗുഡ്, വെരി ഗുഡ്. സോ ടുഡേ, like I sing, like I tell the story, you will also come to the stage and you
in front of the mic and with confidence you will sing the song, right? Don't think about your friends, don't think about your teachers. Come forward and whatever the thing you learn, you practice today, do it very confidently. Okay? Okay, so പിന്നെ that's all. കുട്ടികളെയൊക്കെ ഒന്ന് ഉഷാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മ്യൂസിക്കൽ, അതായത് പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിന് ഇവിടെ തന്നെ മ്യൂസിക്കൽ ടീച്ചറായിട്ടുണ്ടായിരുന്ന പ്രജീന മാമും, അതുപോലെ തന്നെ ഫ്ലവേഴ്സ് മ്യൂസിക്കൽ സീസൺ 5 സെമി ഫൈനലിസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന അനഘയും ഇവിടെ പാട്ട് പാടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടുത്തെ ഇനോഗ്രേഷനും സോങ്ങും അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നമ്മളിപ്പം അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് ഉള്ളത് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിക്ക്. അവിടെ ഇപ്പോൾ ഫോൾക്ക് ഡാൻസിന്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പക്ഷെ കുട്ടികളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട്. ഈ ഫോൾക്ക് ഡാൻസിലുള്ള കുട്ടികൾ തന്നെ എന്തിലുണ്ട്, ഫാൻസി ഡ്രസ്സിനുണ്ട്. ഇവരെങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരുമെന്ന് അറിയത്തില്ല. അങ്ങനെ നമുക്കിപ്പം ഇനി ക്ലാസ് റൂമിലേക്കാണ് ഇപ്പൊ പോകുന്നത്. ഇപ്പൊ ഇവൻ പറഞ്ഞു എന്റെ ക്ലാസ്സിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് നേരെ ഇവന്റെ ക്ലാസ്സിലേക്കാണ് പോകുന്നത്. അപ്പൊ ഡ്രസ്സ് മാറ്റുന്നതിന് മുമ്പ് നമുക്ക് ഡ്രസ്സ് വേണ്ടേ? അപ്പൊ അത് ഞാൻ വണ്ടിക്കൊത്താണ് ഇപ്പൊ വെച്ചിട്ടുണ്ടായിരുന്നത്. നേരെ ഇവനോട് ഞാൻ പറഞ്ഞു നീ ഒന്ന് അവിടെ നിൽക്കെന്ന് പറഞ്ഞിട്ട് നേരെ ഞാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിക്ക് പോയിട്ടാണ് ഉണ്ടായിരുന്നത്. കാരണം മഴ പെയ്ത സമയത്ത് ഞാൻ 2 കവറിലാക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ക്യാപ്പ്, അതായത് രാജാവിന്റെ ആ ഒരു തൊപ്പി ഞാൻ വേറൊരു സഞ്ചിക്കോത്ത് ഇട്ടിട്ട് ബാക്കിയുള്ളത് അങ്ങനെ തന്നെ വെക്കുക ചെയ്തത്. അതായത് ആദ്യം ഞാൻ അത് പുറത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്, പിന്നെ അത് നിൽക്കുന്നതാണില്ല. പിന്നെ അത് എങ്ങനെയെങ്കിലും ഡിക്കിക്കോത്ത് കയറ്റാൻ കഴിയുമോ നോക്കിയിട്ട് അങ്ങനെ അതിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം എടുത്തതിന് ശേഷം നേരെ ക്ലാസ്സിലോട്ടേക്കാണ് പോകുന്നത്. അപ്പൊ ക്ലാസ്സിന്റെ അവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്ലാമിക് സോങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ സ്റ്റേജ് ആണുള്ളത്. പിന്നെ ഞാൻ വിചാരിക്കുന്നു ഇവര് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഇതിന്റെ മുമ്പിലോട്ട് അല്ലേ വരണ്ടെന്നാണ് എൻ്റെ ഒരു മൈൻഡിലുള്ളത്. അങ്ങനെ നമ്മ നേരെ ക്ലാസ്സിലേക്ക് എത്തി. ലൈറ്റ് ഒക്കെ ഓൺ ചെയ്ത് ഞാൻ പറഞ്ഞു എവിടെയാണ് സ്വിച്ച് എന്നൊക്കെ ചോദിച്ച്, എന്നിട്ട് പറഞ്ഞു അവിടെയാണ് സ്വിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ലൈറ്റ് ഒക്കെ ഓൺ ചെയ്തു. അങ്ങനെ പിന്നെ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സഞ്ചിക്കകത്ത് ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും ഞാൻ ടേബിളിന്റെ അടുത്തേക്ക് എടുത്തു വെക്കുക ചെയ്തത്. കാരണം എന്തെങ്കിലും സാധനങ്ങൾ മിസ്സായിട്ടുണ്ടായിരുന്നെങ്കിൽ പോയിട്ട് എടുക്കാൻ ഇപ്പൊ ടൈം ഉണ്ട്. കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇത് കാണുന്നില്ല എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നെങ്കിൽ എടുക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. ഒന്നാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രസ്സ് പരിപാടി പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോകുമ്പോൾ അത് അവിടെ ഏൽപ്പിക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് അതിനെ പറ്റിയൊന്നുമില്ല. നമ്മളെ സാധനങ്ങൾ മിസ്സായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ പോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാലും നമുക്ക് അവിടെ ആ ഒരു നമ്മ രണ്ടിനടുത്തും സാധനങ്ങളല്ല, അപ്പൊ അത് അവിടെ തന്നെ ഏൽപ്പിക്കേണ്ടതല്ലേ. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് തന്നെ അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് എല്ലാം ഉണ്ടെന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് ഇവനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കീഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവനോട് ആദ്യം അറബിക് ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടല്ല ഇവന് ആ ഒരു രീതിയിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് ഇങ്ങനെ ഒരു ചേഞ്ച് ചെയ്തുകൊണ്ട് ഇവനക്ക് ആദ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഡ്രസ്സ് ആണെന്ന് ജസ്റ്റ് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം പാകാണ്, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കേണ്ടതല്ലേ. അപ്പൊ ഞാൻ കൊണ്ടുവന്ന പാടന്നെ അത് അവിടുന്ന് വീട്ടിൽ നിന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നേരം തന്നെ ഇവൻ പറഞ്ഞ ഒരു ഡയലോഗാണ്, ഇത് പെണ്ണിന്റെ ഡ്രസ്സാണ്, എനിക്ക് ഈ ഡ്രസ്സ് വേണ്ട, ഞാൻ ഇടൂല, എന്റെ ഫ്രണ്ട്സ് എല്ലാം കളിയാക്കും. ഇപ്പൊ അതാ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ടത്. കാരണം എന്റെ ഫ്രണ്ട്സ് കളിയാക്കൂ, ഉമ്മ എന്നെ കളിയാക്കാൻ വേണ്ടിക്കത് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നീ മൈൻഡ് ആക്കണ്ട എന്നെല്ലാം പറഞ്ഞിട്ടാണ് ഒരു വിധത്തിൽ ഓനെ സമാധാനിപ്പിച്ചത്. ഇവനിക്ക് നല്ല ചമ്മലുണ്ട് ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. അതുപോലെ തന്നെ ഓർണമെന്റ്സും തൊപ്പിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ ഭയങ്കര ചമ്മലുണ്ടായിരുന്നു. ഇത് പെണ്ണിന്റെ വേഷാണ്, പെണ്ണാണ് ഇങ്ങനെ ഇടല് എന്നെല്ലാം പറഞ്ഞിട്ട് ഇത് വേണ്ട ഉമ്മ അത് വേണ്ട ഉമ്മ എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു അതിലിട്ടേ പറ്റൂ, ഇങ്ങനെയാന്ന് പണ്ടത്തെ രാജാവ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓൻ ഇതൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ ആള് ഭയങ്കര മെലിഞ്ഞിട്ടായത് കൊണ്ട് തന്നെ ഡ്രസ്സിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ആടുകയാ ചെയ്യുന്നത്. അപ്പം ഭയങ്കര ബോറായിട്ടുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ ഇടുമ്പോൾ. അപ്പൊ ഷേപ്പ് ആക്കാൻ വേണ്ടിക്ക് ഒരു ചെറിയൊരു ലേസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കെട്ടിക്കൊടുത്തപ്പം ഷേപ്പിങ്ങിന്റെ കാര്യത്തിലൊക്കെ തീരുമാനമായിട്ടുണ്ട്. പക്ഷെ കൈയൊക്കെ ഭയങ്കര ലൂസായിരുന്നു. അപ്പൊ അതെന്ത് ചെയ്തു, പിന്നൊക്കെ ചെയ്തിട്ട് 2 കൈ ഷേപ്പ് ചെയ്ത് കൊടുക്കുക ചെയ്തത്. നമുക്കിപ്പൊ അടിക്കേണ്ട ടൈം ഒന്നും ഇല്ലല്ലോ. പിന്നെ അടിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ വിചാരിച്ചു വേണ്ട, നമ്മ അത് രണ്ടിന്റെ എടുത്ത ഒരു സാധനം ആയതുകൊണ്ട് ഇനിയിപ്പോ സ്റ്റിച്ച് ഊരലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കൂല. അപ്പൊ അത് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ച ഏതായാലും പിൻ ചെയ്തിട്ടാകുമ്പോൾ എന്ത് ചെയ്യാ
ഷേപ്പ് ചെയ്ത് കൊടുക്കാന്നുള്ളത്. പിന്നെ ആൾക്കാണെങ്കിൽ കമ്മലിട്ടിട്ടാണെങ്കിൽ ഊരി വീണോണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ ടൈപ്പ് കമ്മലൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം അവർ ഇറുക്കിയിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. കാരണം ആമ്പിള്ളേർക്ക് കാവ് കുത്തുന്നില്ലല്ലോ. അപ്പൊ ഇത് ഒരു ക്ലിപ്പിംഗ് ആയിരുന്നു. പക്ഷെ വേദനയൊന്നുമില്ല. പക്ഷെ എന്താ പറയാ, നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അത് തട്ടുമ്പോൾ അത് വീണുകൊണ്ടേ ഇരിക്കുകയെന്ന്. നേരെ നേരെ ഇത് ഇട്ട് കൊടുക്കലായിരുന്നു മെയിൻ പണി. ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ ഡയലോഗേ ഉള്ളൂ, എനിക്ക് ഫസ്റ്റ് കിട്ടണേ, എനിക്ക് ഫസ്റ്റ് കിട്ടണേ, എനിക്ക് ഫസ്റ്റ് കിട്ടും 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 എന്ന് പറഞ്ഞിട്ടാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ രാജാവിന്റെ കിരീടമൊക്കെ തൊപ്പിയൊക്കെ വെച്ച് കൊടുത്തു. അങ്ങനെ ആളൊരു രാജാവിന്റെ ലുക്കിലേക്ക് ഇപ്പൊ വന്നിട്ടുണ്ട്. പിന്നെ ഇവന് നേരെ പോയിട്ട് ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്ത് നോക്കിയാ ചെയ്തത്. ഒന്നുകൂടെ ഞാൻ ഈ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നടന്ന് നോക്കി. അപ്പോഴത്തേക്ക് വാളെടുക്കുമ്പോഴത്തേക്ക് വാള് തിരിച്ചു വെക്കാൻ കഴിയത്തില്ല. അത് ഭയങ്കര സ്റ്റക്കാണ്. ഒരു നേക്കിന് അത് ഇടണം, എന്നാലേ അത് കറക്റ്റ് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് കുറേ ബുദ്ധിമുട്ടായി. ഞാൻ അതുകൊണ്ടാണ് അങ്ങനത്തെ പ്രാക്ടീസ് ഒന്നും കൊടുത്തിട്ടില്ല. എടുത്തു കഴിഞ്ഞാൽ വാള് തിരിച്ചു വെക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ സ്റ്റക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് മാർക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാളെടുത്തതിനെ തിരിച്ച് വെക്കണ്ട, അതങ്ങനെ തന്നെ പിടിച്ചിട്ട് തിരിച്ച് നടന്നോന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അവന്റെ പ്രാക്ടീസ് ഒക്കെ അവനക്കൊരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ പ്രാക്ടീസ് ചെയ്തത്. കാരണം മറന്നു പോയിനെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. കാരണം അത്രയും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഫസ്റ്റ് കിട്ടണമെന്നുള്ളത്. അങ്ങനെ പിന്നെ പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പഴമൊക്കെ കഴിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്. പിന്നെ ഞാൻ ഇവിടെ ബാക്കി ഉണ്ടായിരുന്ന യൂണിഫോമും അങ്ങനെ കുറേ ഡ്രസ്സും സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ടതല്ലേ, അതൊക്കെ ഒന്ന് ബാഗിലേക്കെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം മാമിനെ വിളിക്കുക ചെയ്തത്. എന്തായി, ഡാൻസ് കഴിയാനായിനോ, അല്ല നമ്മൾ എപ്പോഴാ വരണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് ഒന്ന് ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം പറഞ്ഞു ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ടമ്മ വന്നാൽ മതി. പിന്നെ ജസുവിന് കുറേ എന്താ പറയല് ടൈം ടേബിൾ, അതുപോലെ തന്നെ അക്ഷരങ്ങളൊക്കെ എഴുതിയിട്ടൊക്കെ ചാർട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, ചിത്രമൊക്കെ വരച്ചിട്ട്. അപ്പൊ അതെല്ലാം എന്താണ് ചുമരില് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി. അതിനുശേഷം പിന്നെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് മെല്ലനെ ഇറങ്ങി. അപ്പൊ ഇവനക്കാണെങ്കിൽ ചമ്മല് എല്ലാവരും നോക്കുന്നുണ്ട് ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും പറയുന്നുണ്ട് ഇനി മേലാല് ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടൂല എന്നുള്ളതും അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമ്മളങ്ങനെ ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോൾ ഇവൻ പറഞ്ഞത് ഞാൻ സ്റ്റേജിന്റെ അവിടെ മുമ്പിലൊന്നും ഇരിക്കത്തില്ല, സ്റ്റേജിന്റെ നേരെ സൈഡിലായിട്ടുള്ള ഒരു റൂം ഉണ്ട്, അവിടെ ഞാൻ ഇരിക്കൂലോ എന്ന് പറഞ്ഞിട്ട് അവിടത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഓനിക്ക് ചമ്മലുണ്ടാവുമല്ലോ ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് ഇരിക്കുമ്പോൾ, പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്തിയാ ചെയ്തത്. പിന്നെ ആ സ്റ്റേജിലാണെങ്കിൽ ഫോൾക്ക് ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ കോഡ് നമ്പർ വാങ്ങിക്കാൻ വേണ്ടിക്ക് പോണെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ അത് വാങ്ങിക്കാൻ വേണ്ടിക്ക് പോയാ ചെയ്തത്. നമുക്ക് കിട്ടിയത് 142 ആയിരുന്നു നമ്മളുടെ കോഡ് നമ്പർ. അങ്ങനെ അതും വാങ്ങി നേരെ ജസുവിന് അതൊക്കെ പിൻ ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്തത്. പിന്നെ പരിപാടി സ്റ്റാർട്ട് ആവാൻ വേണ്ടിക്ക് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം ഫോൾക്ക് ഡാൻസ് തന്നെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പിന്നെ ഇവർ സെറ്റ് ചെയ്തെന്ന് വെച്ചാല് ഫസ്റ്റ് തന്നെ ബോയ്സിന്റെ ഫാൻസി ഡ്രസ്സ്, പിന്നെ ഗേൾസിൻ്റെത്, അങ്ങനെയായിരുന്നു ഇവരെ സെറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മളത് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിരുന്നു. കുറച്ചങ്ങ് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷി, അതുപോലെ തന്നെ ആമ, അങ്ങനെ കുറേ ക്യാരക്ടർ ആയിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവരും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ കാത്തിരുന്ന് ജസിന്റെ പ്രോഗ്രാം അങ്ങനെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അങ്ങനെ പ്രോഗ്രാമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവന് പിന്നെ ഫുള്ള് ഹാപ്പി ആയി. ഇവൻ പറഞ്ഞു ഞാൻ തെറ്റിച്ചിട്ടൊന്നും ഇല്ലല്ലോ ഉമ്മ, ഞാൻ കറക്റ്റ് അല്ലേ ചെയ്തത്, ഞാൻ കാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, വാളൊക്കെ വീശിയിട്ടുണ്ടായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു നീ കറക്റ്റാ ചെയ്തത്, നല്ല വൃത്തിക്ക് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രശ്നമൊന്നും ഇല്ല. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട പോലെ ഓർക്കും ഇഷ്ടപ്പെടേണ്ടതുണ്ട്, അപ്പൊ പിന്നെ നമുക്ക് ഓരോരുത്തർ വെയിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. ഇവനിക്കാണെങ്കിൽ ഡ്രസ്സ് ഇട്ടിട്ട് അത്ര വലിയ കംഫർട്ട് ആയിട്ടില്ല.
ഒന്നാമത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഞാൻ ഈ ഡ്രസ്സൊക്കെ ഊരട്ടെ, വാ ഊരാനാ, എനിക്ക് ഉറക്കം വരുന്നൊക്കെയാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. പിന്നെ പറയുന്നുണ്ടായിരുന്നു എനിക്കിത് കുത്തുന്നുണ്ട്, എനിക്ക് ചൊറിയുന്നു, എനിക്ക് ഡ്രസ്സ് ഊരണം എന്ന് പറഞ്ഞിട്ടാ ഉള്ളത്. ഞാൻ പറഞ്ഞു ഒരു മിനിറ്റ്, നമുക്ക് റിസൾട്ടും കൂടി വരട്ടെ, എന്നിട്ടാണ് നമുക്ക് പോവാന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അതുവരെ ഇവനിക്ക് വെയിറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കുറേ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് കുറേ ടൈം എടുത്തു. പിന്നെ ഇവനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത ശേഷം ബാഗ് എടുക്കാൻ വേണ്ടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ തന്നെ നേരെ പോവാന്ന് പറഞ്ഞിട്ട്. ഇവൻ പോയതിന് ശേഷമായിരുന്നു റിസൾട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് പ്രൈസ് കോഡ് നമ്പർ 142. താങ്ക് യു. ഞാൻ വെറുതെ വീഡിയോ എടുത്തതായിരുന്നു. എന്തായാലും നമുക്ക് റിസൾട്ട് അറിയാന്നുള്ള രീതിയിൽ. ക്ഷണിക്ക് കൺഫ്യൂഷൻ ആയിട്ട് ഞാൻ തന്നെ അന്വേഷിക്കാൻ വേണ്ടി ഒന്നുകൂടെ പോയാണ് ചെയ്തത്. ഇത് ഇവനിക്ക് തന്നെയാണ്. Congratulations to mother. ഓൻ അങ്ങോട്ട് പോയിട്ടുള്ളത് ഓൻ ഇവിടുന്ന് പറഞ്ഞോണ്ടൊക്കെ ഫസ്റ്റ് ഡയമണ്ട് ഇൻക ഫസ്റ്റ് ആ എടാ എനിക്ക് ഫസ്റ്റ് എനിക്ക് പ്രതീക്ഷിച്ചിട്ടാ ഹാപ്പി ആള് പ്രാർത്ഥിച്ചതിന് ഉപകാരം ഉണ്ടായി, ഫലം കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്നലെ മുതൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പറയുന്നതായിരുന്നു എനിക്ക് തന്നെ ഫസ്റ്റ്, എനിക്ക് ഫസ്റ്റ് കിട്ടും എന്നുള്ളത്. അങ്ങനെ ഇതുവരെ അങ്ങനെ ഫസ്റ്റ് കിട്ടിയിട്ടില്ല ഫാൻസി ഡ്രസ്സിന്. ഇത് ഫസ്റ്റ് ടൈം ആണ്. എന്തായാലും കിട്ടിയപ്പോൾ തന്നെ ആള് ഹാപ്പി ആയിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അധികം നിന്നിട്ടില്ല, ഇവനിക്ക് വിശക്കുന്നുണ്ട്. ഫുഡ് കൊണ്ടുവന്നിന്, പക്ഷെ ഇവന് ഫുഡ് കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്നാ കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് നേരെ നമുക്കുള്ള ഡ്രസ്സ് റെന്റിന് എടുത്തിട്ടുണ്ടായിരുന്നില്ല, അത് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും കൊണ്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ പെട്ടത് അതിന്റെ തൊട്ടിപ്പുറം തന്നെയുള്ള കഫേയിലേക്കാണ് പോയത്. അവിടെ പോയി നമ്മൾ എന്ത് ചെയ്തു, ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ വീട്ടിലോട്ടേക്കെല്ലാം പോയാണ് ചെയ്തത്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.